അങ്ങനെ നമ്മുടെ നിയാക്കുട്ടിയുടെ അടുത്ത ഗിഫ്റ്റ്സ് കിട്ടാനുള്ള സമയമായിരിക്കുകയാണ്. അപ്പോൾ വിംചേട്ടൻ വന്നപ്പോഴത്തേക്കും കുറച്ച് രാത്രി ആയായിരുന്നു. നിയായ്ക്ക് ആ സമയത്തൊരു ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ അത് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് വിംചേട്ടൻ ചെന്നത്. അപ്പോൾ അതൊന്ന് ബ്രേക്ക് എടുത്തിട്ട് ആൾ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു. ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. എക്സ്പെക്റ്റ് ചെയ്യാത്ത സാധനങ്ങളാണ് കിട്ടിയതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എന്താ ഗിഫ്റ്റ് എന്ന് നോക്കാം. What is it? നീ എപ്പോഴും ഒരു ഡിജിറ്റൽ ക്യാമറ വേണം എന്ന് പറഞ്ഞതിൻ്റെ ഒരു ഓർമ്മയിൽ ആമസോൺ വഴി ഓർഡർ ചെയ്ത് വാങ്ങിച്ചതാട്ടോ ഇത്. അപ്പോൾ അത് ആൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇനി അടുത്തൊരു ഗിഫ്റ്റും കൂടി ഓൺലൈനിൽ വന്നിട്ടുണ്ട്. അത് മാളുച്ചിറ്റയുടെ വകയാണ്. അപ്പോൾ അവൾ അബുദാബി ആയതുകൊണ്ട് ഇങ്ങോട്ടേക്ക് ഓർഡർ ചെയ്യുക ചെയ്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ഇപ്രാവശ്യം കിട്ടിയിരിക്കുന്നത്. ഒരുപാട് നാൾ എന്നോട് ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പിന്നീട് വാങ്ങാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അച്ചീവ്മെൻറ്റ് കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് ഗിഫ്റ്റായിട്ട് തരാം, അങ്ങനെയൊക്കെ പറഞ്ഞ് മാറ്റി വെച്ചിരിക്കുമായിരുന്നു. എന്തായാലും മാളുച്ചിറ്റയുടെ ഗിഫ്റ്റ് നിയായ്ക്ക് ഒരുപാട് എക്സൈറ്റ്മെൻറ്റും ഹാപ്പിനെസ്സും നൽകുന്ന ആ മുഖം കണ്ടാൽ തന്നെ നമുക്കറിയാം. നൈറ്റിൽ 12 മണിക്ക് വിളിച്ചെഴുന്നേപ്പിച്ച് കേക്ക് കിട്ടാനായിട്ട് നോക്കിയപ്പോഴത്തേക്കും അത് വൻ ഫ്ലോപ്പായിരുന്നു. നിയായ്ക്ക് ഭയങ്കര ഉറക്കക്ഷീണവും ഉറക്കത്തിൽ നിന്ന് വിളിച്ചതിൻ്റെ ആ ഒരു മൂഡും അങ്ങനെയൊക്കെ ഭയങ്കര മോശമായിരുന്നതുകൊണ്ട് ആ കേക്ക് ഞങ്ങൾ പിറ്റേ ദിവസം ആട്ടോ നല്ല രീതിയിലൊന്ന് മുറിച്ചത്. ഞങ്ങളുടെ എല്ലാ സെലിബ്രേഷനിലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന 2 പേരാണ് ഓർവിക്കുട്ടനും സെല്ലും. എന്തായാലും സെല്ലു ഓൺലൈനിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളെയും കണ്ടു. കഴിഞ്ഞ പ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് ഭയങ്കര സൂപ്പറാക്കി 2 പേരായിരുന്നു അവർ.